ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസിന് വളരെ അടുത്തെത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്നത്തെ സുവിശേഷം നമ്മുടെ ശ്രദ്ധ വളരെയധികം മാനുഷിക സംഘർഷങ്ങൾ നിറഞ്ഞ യേശുവിൻ്റെ വളർത്തുപിതാവായ ജോസഫിലേക്ക് ക്ഷണിക്കുകയാണ്. തങ്ങൾ സഹവസിക്കുന്നതിന് മുമ്പ് ഭാര്യയായ മറിയം ഗർഭിണിയാണെന്ന് യൗസേപ്പ് പറയുന്നു. യൗസേപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് അസ്വസ്ഥതയുടെയും ആശയക്കുഴപ്പത്തിൻ്റെയും ഞെട്ടലിൻ്റെയും നിശബ്ദമായ വേദനയുടെയും നിമിഷമാണ്. ദൈവത്തിന് വേണമെങ്കിൽ ഈ രഹസ്യം മറ്റൊരു രീതിയിൽ ക്രമീകരിക്കാമായിരുന്നു. മറിയവും യൗസേപ്പും ഒരുമിച്ച് താമസിക്കുന്നത് വരെ അവിടത്തേക്ക് കാത്തിരിക്കാമായിരുന്നു. എല്ലാ ആശയക്കുഴപ്പങ്ങളും ഭയവും തെറ്റിദ്ധാരണകളും ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെ ചെയ്തില്ല. എന്തുകൊണ്ട്? കാരണം ഇന്നും നമ്മുടെ ഹൃദയങ്ങളോട് ശക്തമായി സംവദിക്കുന്ന ഒരു പാഠം ലോകത്തെ പഠിപ്പിക്കാൻ ദൈവം ആഗ്രഹിച്ചു. സ്നേഹം വളരുന്നത് നിയന്ത്രണങ്ങളിലൂടെയല്ല, മറിച്ച് വിശ്വാസത്തിലൂടെയാണ്. അവൻ മറിയത്തെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം നിമിത്തം അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ അവൻ തീരുമാനിക്കുന്നു. വചനം പറയുന്നു, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇത് വായിക്കുമ്പോൾ പലപ്പോഴും നാം കരുതുന്നത് ജോസഫ് മറിയത്തെ സംശയിച്ചു രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാണ്. എന്നാൽ അങ്ങനെ മനസ്സിലാക്കിയാൽ ഈ വചനം തന്നെ വൈരുദ്ധ്യം നിറഞ്ഞതാകും. കാരണം ഒന്നാമതായി അദ്ദേഹം നീതിമാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു യഹൂദൻ നീതിമാനാകാനുള്ള മാനദണ്ഡം അവൻ തൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നവനാകണം, ദൈവിക നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നവനാകണം എന്നാണ്. തോറയായിരിക്കും അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തിരഞ്ഞെടുപ്പുകളുടെയും ആധാരം. അങ്ങനെയെങ്കിൽ ജോസഫ് ഇവിടെ നീതിമാനല്ലാതാകുകയാണ്. കാരണം തോറ പറയുന്നതനുസരിച്ച് സഹവസിക്കുന്നതിന് മുമ്പ് ഭാര്യയിൽ സംശയം ജനിച്ചാൽ പുരുഷന് അവളെ പൊതുജന മധ്യത്തിൽ വിട്ട് കല്ലെറിഞ്ഞ് കൊല്ലണമെന്നതാണ്. എന്നാൽ ജോസഫ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ഇനി രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഭർത്താവിനെ പിരിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായും എല്ലാവരും അക്കാര്യം അറിയും. അങ്ങനെ അവൾ അപമാനിതയാക്കപ്പെടുകയും ചെയ്യും. എന്ന് മാത്രമല്ല, നിയമം തെറ്റിച്ചവൻ എന്ന പേര് ജോസഫിൽ ചാർത്തപ്പെടുകയും ചെയ്യും. അതുമല്ലെങ്കിൽ ആരോടും പറയാതെ ജോസഫ് എങ്ങോട്ടെങ്കിലും യാത്രയാവുക എന്നതാണ്. എന്നാൽ ഗർഭിണിയായ ഭാര്യയെ അപമാനിതയാക്കുന്നതിന് സമമാണ് ആ പ്രവൃത്തിയും. അങ്ങനെയെങ്കിൽ രഹസ്യമായി ഉപേക്ഷിക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊതുസമൂഹത്തിന് മുമ്പിൽ വിവാഹിതരായും എന്നാൽ ഭാര്യാഭർത്തൃ ബന്ധമില്ലാതെ ജീവിക്കാനും തയ്യാറാവുക എന്നതാണ് അവർക്ക് മുന്നിലുള്ള അടുത്ത വഴി. അങ്ങനെയെങ്കിൽ വ്യക്തമാകുന്നത് മറിയത്തിൻ്റെ ഗർഭധാരണത്തെ ജോസഫ് പൂർണ്ണമായി സംശയിച്ചിരുന്നില്ല എന്നാണ്. തനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ചില അവ്യക്തതകൾ മാത്രം. അതിനാൽ മറിയത്തെ അവളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടു എന്നാണ് രഹസ്യമായി ഉപേക്ഷിച്ചു എന്നതിനർത്ഥം. അതായത് പുരുഷൻ എന്ന നിലയിൽ അദ്ദേഹം മറിയത്തിൻ്റെ മേൽ യാതൊരു തീരുമാനവും എടുക്കുന്നില്ല. പൂർണ്ണമായ അറിവില്ലാത്ത കാര്യത്തിൽ ഒരു തീരുമാനവും സ്വന്തം ഉത്തരവാദിത്വത്തിൽ എടുക്കാതെ അവളെ സ്വതന്ത്രമായി വിടുന്നു. ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഇത്രയും വലിയൊരു ദൈവിക രഹസ്യത്തിന് മുമ്പിൽ എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ ദൈവം തൻ്റെ പദ്ധതിക്കായി തിരഞ്ഞെടുത്ത ഒരുവളുമായി താൻ എങ്ങനെ മുന്നോട്ടു പോകണം, താൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ജോസഫിനെയാണ് വചനം വെളിപ്പെടുത്തുന്നത്. മറിയം ഗർഭിണിയാണെന്ന് കണ്ടെത്തുമ്പോൾ ജോസഫിൻ്റെ ലോകം തകരുന്നു. എന്നിട്ടും സുവിശേഷം അവനെ നീതിമാൻ എന്ന് വിളിക്കുന്നു. അവൻ്റെ നീതി കഠിനമോ നിയമപരമോ നിയന്ത്രിക്കുന്നതോ അല്ല, അത് കരുണയുള്ളതാണ്. മറിയത്തെ പരസ്യമായി അപമാനിക്കാനോ അവളുടെ ജീവിതത്തിന്മേൽ ആധിപത്യം സ്ഥാപിക്കാനോ ഉത്തരങ്ങൾ ആവശ്യപ്പെടാനോ അവൻ മുതിരുന്നില്ല. താൻ സ്നേഹിക്കുന്നവളെ ഉപദ്രവിക്കുന്നതിനേക്കാൾ സ്വയം മാറി നിൽക്കാൻ അവൻ തയ്യാറാകുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം മനോഹരമായി ഇങ്ങനെ നിരീക്ഷിക്കുന്നു: യൗസേപ്പ് അന്വേഷിച്ചത് സ്വന്തം പേരും പദവിയുമല്ല, മറിച്ച് മറിയത്തിൻ്റെ സുരക്ഷയായിരുന്നു. ഇതൊരു ബലഹീനതയല്ല, മറിച്ച് നീതിനിഷ്ഠമായ കരുണയാണ്. നാടകീയമായ പ്രവൃത്തികളിലല്ല, മറിച്ച് കാരുണ്യപൂർവമായ ആത്മനിയന്ത്രണത്തിലാണ് വിശുദ്ധി വെളിപ്പെടുന്നത് എന്ന് യൗസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. യൗസേപ്പിൻ്റെ പ്രതിസന്ധി വിശുദ്ധമായ പ്രതിസന്ധിയാണ്, ഹോളി ക്രൈസിസ്. പരീക്ഷിക്കപ്പെടാത്ത വിശ്വാസം ആഴമില്ലാത്തതായി തുടരും എന്നതിനാലാണ്
ദൈവം ഇത് അനുവദിക്കുന്നത്. എല്ലാം ഉടനടി വിശദീകരിച്ചിരുന്നെങ്കിൽ യൗസേപ്പിന്റെ സ്നേഹം ഒരിക്കലും ധീരമായ ഒരു വിശ്വാസമായി പരിണമിക്കുമായിരുന്നില്ല. സ്നേഹം കൂടുതൽ ആഴത്തിൽ വളരുന്നതിനായി ദൈവം ഇരുളിനെ അനുവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യൗസേപ്പിന്റെ ഈ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തോട് നേരിട്ട് സംസാരിക്കുന്ന ഒന്നാണ്. നമ്മുടെ കുടുംബങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കണമെന്ന വാശിയുണ്ട്. ഭാവിയെ നിയന്ത്രിക്കുക, ആളുകളെ നിയന്ത്രിക്കുക, ഫലങ്ങളെ നിയന്ത്രിക്കുക. എന്നാൽ ക്രിസ്തീയ സ്നേഹമെന്നത് നിയന്ത്രണമല്ല, മറിച്ച് വിശ്വാസമാണെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിയന്ത്രണം പറയുന്നത് എനിക്ക് ഉറപ്പുകൾ ലഭിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം എന്നാണ്. എന്നാൽ വിശ്വാസം പറയുന്നത് എനിക്ക് മനസ്സിലാകാത്തപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കും എന്നാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന വലിയ വീഴ്ച തെറ്റിദ്ധാരണയാണ്. കാര്യങ്ങൾ പൂർണ്ണമായി അറിയാതെ വൈകാരികമായി പ്രതികരിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, പിന്നെ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങുന്നു, പ്രതികാരം ചെയ്യുന്നു, വ്യക്തികളെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് സ്ഥലമില്ലാതായിത്തീരുന്നു. അതിനാൽ ആശയക്കുഴപ്പങ്ങൾ നേരിടുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന് പകരം, കർത്താവെ, ഇപ്പോൾ നീ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. സുഭാഷിതങ്ങൾ പഠിപ്പിക്കുന്നു, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. തുടർന്ന് വചനം പറയുന്നത് ഇപ്രകാരമാണ്: അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. കർത്താവിൻ്റെ ദൂതൻ, സ്വപ്നം എന്നീ രണ്ട് കാര്യങ്ങൾ പഴയ നിയമത്തിലെ ദൈവിക പ്രചോദനങ്ങൾ അടയാളപ്പെടുത്തുന്ന വസ്തുതകളാണ്. നമ്മിൽ പലർക്കും അങ്ങനെ സ്വപ്നത്തിൽ ദൈവം സംസാരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ടാകും. സ്വപ്നത്തിലൂടെ ദൈവം ജോസഫിന് ഉത്തരമരുളി. അതായത് ദൈവിക പദ്ധതിക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവളാണ് മറിയമെങ്കിലും അവളെ നിന്റെ ഭാര്യയായി സ്വീകരിക്കണം. അവളിൽ നിന്ന് ജനിക്കുന്ന ശിശുവിന് നീ പിതാവായിരിക്കണം എന്ന ഉറപ്പ് ലഭിക്കുകയാണ്. രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് ഇവിടെ ദൂതൻ യൗസേപ്പിനെ ഏൽപ്പിക്കുന്നത്. ഒന്നാമതായി, മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുക. ഒരു ദൈവ രഹസ്യത്തെ അംഗീകരിക്കുക മാത്രമല്ല, അതിനെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാനും അതിന് അഭയവും സംരക്ഷണവും ഭാവിയും നൽകാനും യൗസേപ്പ് വിളിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായി, അവന് യേശു എന്ന് പേരിടണം. ബൈബിളിൽ പേരിടുക എന്നാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതാണ്. അങ്ങനെ യൗസേപ്പ് നിയമപരമായും സ്നേഹപൂർവമായും യേശുവിൻ്റെ പിതാവായി മാറുന്നു. രേഖപ്പെടുത്തപ്പെട്ട ഒരൊറ്റ വാക്കുപോലും ഉച്ചരിക്കാതെ യൗസേപ്പ് യേശുവിന് തൻ്റെ കുലമഹിമയും സുരക്ഷിതത്വവും വിശ്വാസപൂർവമായ അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മാതൃകയും നൽകുന്നു. തുടർന്ന് വചനം പറയുന്നത്, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഉത്തമ മാതൃകയാണ് വിശുദ്ധ യൗസേപ്പ്. അവൻ്റെ പ്രവൃത്തികളിൽ മുഴുവൻ സ്നേഹം തുളുമ്പി നിൽക്കുന്നു. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ജോസഫിന്റെ ജീവിതം ഈ വചനത്തിൽ കോർത്തെടുക്കാവുന്നതാണ്. അതെ, സ്നേഹത്തിൽ നിറഞ്ഞിരുന്ന മനുഷ്യനായിരുന്നു ജോസഫ്. കാരണം സ്നേഹമെന്നാൽ ചിലപ്പോൾ വിശദീകരണങ്ങളില്ലാത്ത ത്യാഗമാണ്. മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചേക്കാം എന്നറിഞ്ഞിട്ടും മറിയത്തെയും ശിശുവിനെയും യൗസേപ്പ് സംരക്ഷിക്കുന്നു. കയ്യടികൾ പ്രതീക്ഷിക്കാതെ വിശ്വസ്തതയുടെ വില നൽകാൻ തയ്യാറാകുന്നതാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹത്തെപ്പറ്റി വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്: അമോർ മേയൂസ് പോന്തൂസ് മേയും. എൻ്റെ സ്നേഹമാണ് എൻ്റെ ഭാരം. എൻ്റെ സ്നേഹം പോകുന്നിടത്തേക്ക് ഞാനും പോകുന്നു. ഞാൻ സ്നേഹിക്കുന്നതെന്തോ അതായി ഞാൻ മാറുന്നു. എൻ്റെ സ്നേഹമെന്തോ അതാണ് എൻ്റെ വിധിയും. അതിനാൽ എൻ്റെ സ്നേഹം വിഭജിക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ വിധിയും
എൻ്റെ സന്തോഷവും എൻ്റെ സ്വത്വവും വിഭജിക്കപ്പെടുന്നു. ഒരു വലിയ സ്നേഹത്തിന് മാത്രമേ ഒരാളെ മഹത്തായ വ്യക്തിയാക്കാൻ കഴിയൂ. ആദത്തോട് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം നേടുക എന്ന് പറഞ്ഞത് ഒരു ശിക്ഷയല്ല. അപ്പം നേടാനുള്ള സഹനം വഴി തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം അനുദിനം പ്രകടമാക്കാനുള്ള അവസരം തുറക്കലായിരുന്നു. വലിയ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള എളുപ്പ വഴികളാണ് സഹനങ്ങൾ. കാരണം സ്നേഹത്താൽ തകർന്ന ഹൃദയത്തിന് മാത്രമേ മുഴുവൻ ഹൃദയമാകാനാകൂ. ഹൃദയം ഒരു മുട്ടയാണ്. ഇത് പൊട്ടിച്ചു വിരിയാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. പൊട്ടി വിടരാത്തത് ചീമുട്ടയാണ്. അതിനാൽ സുഖകരമായ സ്വാർത്ഥത എന്നൊന്നില്ല. അത് സമ്പന്നമായ ലോകത്തിലെ ഏറ്റവും അപകടകരമായ മിഥ്യയാണ്. ജോസഫിന്റെ ഹൃദയം പൊട്ടിവിരിഞ്ഞതാണ് തിരുക്കുടുംബം. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ വഴിമുടക്കികളല്ല, യഥാർത്ഥ വഴികാട്ടികളാണ്. എല്ലാ ആശങ്കകൾക്കിടയിലും കുറച്ചു സമയം നമ്മുടെ ബുദ്ധിക്ക് അവധി കൊടുത്തിട്ട് സ്വസ്ഥമായി ദൈവസന്നിധിയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക, ഉറങ്ങുക എന്ന ലളിതമായ ആത്മീയതയാണ് യൗസേപ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ ഒരൽപ്പം അഹങ്കാരം മാറ്റിവെച്ചാൽ, മുൻവിധികളില്ലാതെ പരസ്പരം വിശ്വസിച്ചാൽ, സംശയം തോന്നിയേക്കാവുന്ന അവസരങ്ങളിൽ വചനത്തിൽ വിശ്വസിച്ചാൽ, എന്ത് ചെയ്യണമെന്നറിയാത്ത നിമിഷങ്ങളിൽ കർത്താവിൽ പ്രത്യാശ വെച്ചാൽ, മുന്നോട്ടു പോകാനുള്ള കൃപയുടെ വാതിൽ നമുക്ക് മുന്നിൽ അവിടുന്ന് തുറക്കും. ഇമ്മാനുവേൽ നമ്മുടെ ഭവനങ്ങളിലും ഭൂജാതനാകും. ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോടുകൂടെ എന്നാണ്. ദൈവം എന്നാൽ സ്നേഹമെന്നാണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ സ്നേഹം നമ്മോടുകൂടെ നമ്മുടെ ഭവനങ്ങളിൽ സംസ്ഥാപിതമാകും എന്നാണ്. പ്രായോഗികമായി നമുക്ക് ലഭിക്കുന്ന ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയുണ്ട്. ഒന്നാമതായി, വാക്കുകളിലൂടെയല്ല പ്രവൃത്തികളിലൂടെയാണ് യൗസേപ്പ് യേശുവിന് കാവൽ നിന്നത്. അതുപോലെ പ്രാർത്ഥനയിലൂടെയും വിശ്വസ്തതയിലൂടെയും ഉത്തമ മാതൃകയിലൂടെയും കുടുംബജീവിതത്തെ സംരക്ഷിക്കുക. രണ്ടാമതായി, കരുണയുള്ളവരായിരിക്കുക. പരദൂഷണവും കഠിനമായ വിധി പ്രസ്താവനകളും പരസ്യമായി അപമാനിക്കുന്ന രീതികളും ഉപേക്ഷിക്കുക, പ്രത്യേകിച്ച് കുടുംബങ്ങളിലും ഇടവകകളിലും. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. മൂന്നാമതായി, യൗസേപ്പ് ദൈവിക രഹസ്യത്തിന്റെ സംരക്ഷകനായിരുന്നതുപോലെ മുറിവേറ്റ ഈ ലോകത്തിൽ വിശ്വാസത്തിലൂടെ ക്രിസ്തുവിനെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് സഭയുടെ ദൗത്യം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് എന്നറിഞ്ഞ് ജീവിക്കുക. സ്നേഹത്തിന്റെ ഉത്സവമായ ക്രിസ്മസിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.